നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഖബറിൽ കാത്തിരിക്കണം. നമ്മുടെ മയ്യത്ത് അവിടെ വെക്കുമ്പോൾ തങ്ങളുടെ ഒരു സ്പർശം നമുക്കുണ്ടാവണം. അതിനെന്താ വേണ്ടത്? സ്വലാത്ത് വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞ എണ്ണം ഒരു ദിവസം 10 ചൊല്ലിയാൽ ഒന്നിക്കിൽ നമ്മുടെ മരണ വീട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചോദ്യോത്തര വേളയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ റൗളയിൽ 5 കാര്യമാണ് പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫത്താവൽ കുബ്രയിൽ ജനായിസിന്റെ അധ്യായത്തിൽ കാണാം. ഒന്ന് ചെയ്യുന്നത് ഹുളൂർ സ്വാലിഹിൽ മയ്യത്തി, നല്ല ആള് മരണപ്പെട്ട അവിടെ വരും. ബുഖാരി ഇമാമ് വഫാത്തായപ്പോൾ റസൂലുള്ളാഹി കാത്തിക്കുന്നത് എത്ര ഇമാമികൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആരെയാ നബിയെ കാത്തിക്കണത്? മുഹമ്മദ് ബിൻ ഇസ്മാഈലുൽ ബുഖാരി. കണ്ട കാത്തിരിക്കുന്നുണ്ടോ? അഹ്മദ് റിളാ ഖാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ പറഞ്ഞല്ലോ, എൻ്റെ ഖബർ കുറച്ച് ആഴത്തിൽ കുഴിക്കണം. എന്തേ? എൻ്റെ ഖബറിലേക്ക് എൻ്റെ നേതാവ് വന്നാൽ എനിക്ക് കടക്കാൻ കഴിയില്ല, ബഹുമാനിച്ചിട്ട് അങ്ങോട്ട് നിൽക്കണം എന്ന്. എന്താ ധൈര്യം അല്ലേ? എന്താ ധൈര്യം? നമുക്ക് നമ്മുടെ ഖബറിലേക്ക് തങ്ങളൊന്ന് വന്നു കിട്ടാൻ സ്വലാത്ത് പതിവാക്കിയാൽ മതി. രക്ഷപ്പെടാനുള്ള ഒരു വസീല സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിയിൽ ഖദറിൽ അളീമിൽ ജാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഈ സ്വലാത്ത് എല്ലാ ദിവസവും 10 തവണയെങ്കിലും നമ്മൾ ചൊല്ലണം. വെള്ളിയാഴ്ചയാവുമ്പോൾ ഒരു 100 ശ്രമിക്കണമെന്ന് താജുൽ ഉലമ പറയാറുണ്ട്. തിരൂരങ്ങാടി വാപ്പു ഉസ്താദ് പറയാറുണ്ട്. ആ മഹാന്മാരുടെ എല്ലാം ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അങ്ങനെ നമ്മൾ സ്വലാത്തിന്റെ അഹ്ലുകാരായി മാറിയാൽ നമുക്ക് ദുനിയാവും ആഖിറവും നമുക്ക് വിജയിച്ചു കിട്ടും. നമുക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, മക്കളിൽ നന്മ ഉണ്ടാകും, സ്വർഗത്തിലേക്ക് നമ്മൾ വേഗത്തിൽ എത്തും. സിറാത്ത് പാലത്തിൽ വീഴുമോ എന്ന ഭയം വേണ്ട. ഖബറിൽ നല്ല വെളിച്ചമായിരിക്കും. മലക്കുകളുടെ ഇഷ്ടക്കാരനായി ജീവിക്കാൻ നമുക്ക് കഴിയും. സ്വലാത്ത് ചൊല്ലുന്നവരുടെ മുഖം ആഖിറത്തിലെത്തുമ്പോൾ വെളുവെളുത്ത പ്രകാശമായിരിക്കുമെന്ന് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം. ഒരു മജ്ലിസിൽ നിന്ന് സ്വലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ സുഗന്ധം മേലേക്ക് പോയി 7 ആകാശത്തുള്ള മലക്കളും ചോദിക്കും അത്രേ, എന്തൊരു സുഗന്ധം, എന്തൊരു പരിമളം, എവിടുന്നാണിത് എന്ന് അവർ ചോദിക്കുകയും ആ മജ്ലിസുകാർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്വലാത്തിന്റെ മജ്ലിസിൽ, മഹ്ലറത്തുൽ ബദരിയുടെ മജ്ലിസിൽ നമ്മളൊക്കെ സജീവമാവണം. എല്ലാ ദിവസവും 50 തവണ സ്വലാത്ത് ചെല്ലുന്ന മനുഷ്യനാണെങ്കിൽ ആഖിറത്തിൽ ഞാനും ഓനും തമ്മിൽ മുസാഫത്ത് ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് റസൂലുള്ളാഹിന്റെ കൈ പിടിക്കണ്ടേ? ആ കൈയുടെ ശക്തി എത്രേ! ആ കൈ കൊണ്ട് എന്തെല്ലാം രോഗങ്ങൾ മാറ്റി. അബൂജഹലുമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് വലിയ ഡയലോഗ് ഇളക്കിയില്ലേ, നിങ്ങൾ നബിയാന്നുള്ളതിന് വല്ല ദലീലുണ്ടോ? എന്ത് ദലീലും തരാം. ഈ ചന്ദ്രനെ ഒന്ന് കഷ്ണാക്കോന്ന് വെച്ചപ്പോൾ അങ്ങക്കുണ്ടോ വലിയ പണി? ചന്ദ്രനെ തങ്ങൾ ഒരു വിരലങ്ങ് നീട്ടിയിട്ട് ശുഖബി അംബ്രി ആക്ഷൻ കാണിച്ചിട്ട് പറഞ്ഞു, കഷ്ണാവൂ. കഷ്ണായി. ഒന്ന് വീണ് ജബൽ അബി കുബൈസിൽ. ആപ്പിൾ കഷ്ണമല്ല, ചന്ദ്രന്റെ കഷ്ണം വീണ്. ആ വിരലിന്റെ ശക്തി നോക്കൂ. സൂര്യൻ അസ്തമിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന് അസർ നിസ്കാരം കിട്ടണം. അലി റളിയല്ലാഹുവിന്റെ മടിയിലാണ് റസൂൽ കിടന്നത്. അപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത്. വിളിച്ചു, കോൾ ബാക്ക്, തിരിച്ചു വരും, കമേൺ, തിരിച്ചു വരും. റുദ്ദത് ബിഗൈരി തറദ്ദുദി. സൂര്യന് എന്ത് സൂര്യൻ, എന്ത് ചന്ദ്രൻ. വെള്ളമില്ല സ്വഹാബത്തിന് കുടിക്കാൻ. തോൽപാത്രത്തിൽ കൈവച്ചു, പമ്പ് ചെയ്യുന്നു. വ അഫ്ളലുൽ മിയാഇ മാഉൻ ഖദനബ
മിമ്പൈനി അസ്വാബിൻ നബിയിൽ മുത്തബ. 1 നമ്പർ വെള്ളം അവിടുന്ന് വന്നു. സംസമു ഹൗദുൽ കൗസർ എല്ലാം സെക്കൻഡ് ആൻഡ് തേർഡ് പ്ലേസേ ഉള്ളൂ. ഫസ്റ്റ് പ്ലേസ് അവിടുത്തെ വിരലിന്റെ ഉള്ളിലുള്ള വെള്ളം. 1500 പേര് കുടിച്ചു. ജാബിറങ്ങൾ പറയണ്ട് 1,00,000 ആളാണെങ്കിൽ അത്രയും പേർക്ക് ഉണ്ടാവുന്നു. അവിടുത്തെ മൊയ്ജിദത്ത് എത്ര? 90,000 മൊയ്ജിദത്ത് കാണിച്ചു കൊടുത്തില്ലേ അവിടുന്ന്. ചെറിയ ജീവിതത്തിൽ എന്തെല്ലാം. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു ദലീൽ വേണം, തെളിവ് വേണം, നിങ്ങൾ നബിയാന്ന് പറയാൻ. ഓക്കെ, ആ മരത്തിനോട് ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു. വിളിച്ചു. വന്നില്ലേ, മരങ്ങൾ വന്നില്ലേ? റസൂല നമ്മൾ എത്ര കാലേ വിളിക്കുന്നു, പോയാ ഒന്ന് നന്നാവും മോനെ എന്നിട്ട് എത്ര കാലമായി അവിടുന്ന് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഫൽ മുസ്തംസികൂന ബിഹി, നീ എന്റെ വിളിക്ക് ഉത്തരം നൽകിയാൽ മുസ്തംസികീന ബിഹബലിൻ ഗൈരി മുൻഫസിമി, നീ ജയിക്കടാ. നമ്മൾ പോയോ? മരം വിളിച്ചപ്പോൾ പോയില്ലേ? കാലില്ലാത്ത മരങ്ങൾ പോയില്ലേ? തിരിച്ചുപോട് പോയില്ലേ? ഇതുവരെ സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയെ കൂട്ടിയിട്ട് ഒരു ഉമ്മ വന്നു. എന്താ പ്രശ്നം? കുറേ ആയി നബിയെ, ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഉമ്മ മാറിയെന്ന് കുട്ടിനെ വിളിച്ച്. ഏതൊരു കുട്ടിയുടെയും കളകളാരോ വർത്തമാനം കേൾക്കാൻ ഉമ്മമാർക്ക് ഇഷ്ടാവൂലേ? കുട്ടിനോട് തങ്ങൾ ചോദിച്ച്, ഇതുവരെ സംസാരിക്കാത്ത കുട്ടി, പ്രായ അത്യാവശ്യമായി വരുന്നുണ്ട്. കുട്ടിനോട് ചോദിച്ച്, മൻ അന, ഞാൻ ആരാന്ന് മോനെ ഒന്ന് പറഞ്ഞേ. അന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ മുത്ത് നബി. തീർന്നു, പ്രശ്നം തീർന്നു. പോയിക്കോ, അടുത്ത ആള് വാ. ആരാലേ? അല്ലാഹ് എന്താ തങ്ങൾക്ക് കൊടുക്കാത്തുള്ളത്? ആ തങ്ങളുടെ കൈ പിടിക്കാനുള്ള ചാൻസ് എല്ലാ ദിവസവും 50 സ്വലാത്ത് ചൊല്ലുന്ന മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങൾ ചൊല്ലോ ഇന്ന് മുതൽ? 50 സ്വലാത്ത് ഇന്ന് മുതൽ ചൊല്ലൂ എന്ന് പറയുന്നവർ ഓരോ വലത്തേക്ക് ഒന്ന് പൊന്തിച്ച്. ഇതിനായി മജ്ലിസ് വെച്ചത്. താഴ്ത്തിക്കോളി. നിങ്ങൾ ചൊല്ലിയില്ലെങ്കിൽ തന്നെ ആ കൈപൊക്കിയാനൊരു ഇബാദത്തല്ലേ? ചൊല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ മഹബത്ത് വെക്കുന്നു എന്നുള്ളതിൻ്റെ 3ാമത്തെ അടയാളം അയാൾ ഹുബ്ബുൽ ഖുർആൻ, ഖുർആനിനെ ഇഷ്ടപ്പെടലാണ്. സഹ്ലു ബിൻ അബ്ദില്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾക്ക് ഖുർആനോത്തിനോട് വല്ലാത്ത താല്പര്യമായിരിക്കും. കാരണം നമുക്ക് ഖുർആൻ തന്നത് തങ്ങളാണ്. ഏറ്റവും കൂടുതൽ തങ്ങളെ പുകഴ്ത്തിയത് ഖുർആനാണ്. നേരത്തെ സംസാരത്തിൽ ഉസ്താദ് പറയുന്നത് കേട്ടില്ലേ? ഖുർആൻ മുഴുവനും തങ്ങളുടെ മദ്ഹാണ്. യാ അയ്യുഹൽ മുസമ്മിൽ വിളിക്കുന്നത് കേട്ടില്ലേ? വസ്ത്രം ധരിച്ചിട്ട് തഹജ്ജുദിന് ഒരുങ്ങി നിൽക്കുന്ന നബിയേ, അവിടുത്തെ മദ്ഹ് നോക്കൂ. യാസീൻ, അതിൻ്റെ അർത്ഥം യാ സയ്യിദു, ഓ നേതാവായ നബിയേ. സർവരുടെയും അഭയകേന്ദ്രം എന്നല്ലേ സയ്യിദിൻ്റെ അർത്ഥം? ഓ നേതാവായ നബിയേ. ഓരോ സൂറത്തിലും തങ്ങളെ പുകഴ്ത്തുന്ന സൂറത്തുകളല്ലേ ഖുർആനിലുള്ളത്? ഖുർആനിൻ്റെ സ്റ്റൈല് തന്നെ എന്താണ്? അള്ളാഹുവിനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അള്ളാഹു ചെയ്യുന്ന പണി എന്താണ്? തങ്ങളെ വിളിച്ചിട്ട് പറയും, ഞാൻ 2 ഉണ്ട് 3 ഉണ്ട് എന്നൊക്കെ പലരും പറയുന്നു. ഖുൽ, തങ്ങളങ്ങ് മറുപടി കൊടുത്ത നബിയേ, ഹുവല്ലാഹു അഹദ്, ഞാൻ ഒന്നാണെന്ന് അങ്ങോട്ട് പറഞ്ഞെടുത്തളേ. അവര് പലതും പറയുമ്പോ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, തങ്ങൾ മറുപടി കൊടുത്തേക്ക്. അള്ളാന്റെ എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാന്റെ സ്റ്റൈല് തങ്ങളെ മറുപടി പറയാൻ ഏൽപ്പിക്കലാണ്. അതേ സമയം തങ്ങളെ തൊട്ട് കളിച്ചാൽ പിന്നെ മറുപടി പറയാൻ
വേറൊരാളെ ഏൽപ്പിക്കുന്ന പരിപാടി അള്ളക്കില്ല. റസൂലുള്ളാന്റെ മുഖത്ത് അബൂലഹബ് തുപ്പാൻ ശ്രമിച്ച ചരിത്രമുണ്ട്. തബ്ബല്ലക്കയാ മുഹമ്മദ്, നീ ഇതിനാണോ നമ്മളെ ഒരുമിച്ച് കൂട്ടിയത്, നിനക്ക് നാശമെന്ന് പറഞ്ഞപ്പോ പിന്നെ അള്ളാഹ്ക്ക് കാത്തിരിക്കാൻ സമയമില്ല. ആരെയും ഏൽപ്പിക്കുന്ന പണി അള്ളാഹ് ഏറ്റെടുക്കണില്ല. അള്ളാഹ് പിന്നെ മറുപടി കൊടുക്കുന്നത് തബ്ബത് യദാ അബീ ലഹബ്, നിനക്കാടാ നാശം, എൻ്റെ ഹബീബിനെ തൊട്ട് കളിക്കാൻ നീ ആരടാ? അള്ളാഹുവിൻ്റെ മറുപടി തീർന്നിട്ടില്ല. വംറതുഹു ഹമാലതബ്, ഓൻ്റെ കെട്ടിയോളുണ്ടല്ലോ, ഓന്റെ സമ്പത്തോ ഓന്റെ മക്കളോ ഒരു ഉപകാരവും മോനിക്ക് ഉണ്ടാവൂല. കൊടുക്കുന്ന മറുപടിയുടെ ശക്തി കണ്ടില്ലേ? യഥാർത്ഥത്തിൽ അബൂലഹബ് റസൂലുള്ളാന്റെ കുടുംബക്കാരനാണ്. ആ നോട്ടമൊന്നും അള്ളാഹ്ക്കില്ല. മുത്തിനെ തൊട്ട് കളിച്ചാൽ പിന്നെ അള്ളാഹ് വിടൂല. 10 ദിവസം മുന്നേ അറുത്ത ഒട്ടകത്തിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും വാരിക്കൂട്ടിയിട്ട് അവിടുത്തെ ശരീരത്തിൽ സുജൂദിൽ കൊണ്ടിട്ട ലോകദുഷ്ടനല്ലേ ഉഖ്ബത്ത് ബിൻ അബീ മുഈത്ത് എന്ന ദുഷ്ടൻ. അവനിക്ക് ഇപ്പോൾ നരകത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശിക്ഷ നിങ്ങൾക്കറിയോ? അയാൾക്ക് ഇപ്പോൾ കിട്ടുന്ന ശിക്ഷ, അയാൾക്ക് ഭയങ്കര വിശപ്പ് അല്ലാഹ് കൊടുത്തു. യൗമ യഗ്ളുൽ ളാലിം എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം, വിശപ്പ് കൊടുത്തിട്ട് അയാൾക്കൊന്നും തിന്നാനില്ലായിട്ട് ആ കൊടൽമാലിയും ശരീരത്തിന്റെ ഭാഗം ഇട്ട കൈ കടിച്ച് തിന്ന് മുട്ട് വരെ തിന്ന് കഴിയും അയാൾക്ക്. പിന്നെ തിന്നാൻ കഴിയണ്ടേ? അപ്പോഴേക്ക് ഇപ്പുറത്തെ കൈ ഉള്ളത് ഓർമ്മ വരും. അതിങ്ങനെ തിന്നു. അപ്പോഴേക്ക് ഈ കൈ മുളച്ചിട്ടുണ്ടാവും. 1 മണിക്കൂറിൽ 6000 പ്രാവശ്യം കൈ ഇങ്ങനെ മുളക്കും. എന്താ കാരണം? തങ്ങളെ തൊട്ടു, പിന്നെ അള്ളാഹ് സഹിക്കൂല. അങ്ങനെ ഖുർആൻ വളരെ മനോഹരമായിട്ട് തങ്ങളെ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോണ്ട്. യാ മൂസ യാ ഈസ എന്നൊക്കെ അള്ളാഹ് വിളിക്കുന്നുണ്ട്. തങ്ങളെ പേര് തങ്ങള് അങ്ങനെ പേര് വെച്ചിട്ട് അള്ളാഹ് വിളിക്കുന്നില്ല. വിളിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ മഹ്ശറിൽ വിളിക്കും, ഇർഫഅ റഅസക യാ മുഹമ്മദ് എന്ന് വിളിക്കും. അതെന്തിനാ? ചിത്രകാല് ബഹുമാനിച്ചിട്ട് അന്ന് നിന്ദിക്കാനല്ല. പിന്നെ എന്തിനാ? അത് ഈ വഹാബികൾക്കൊരു വാദമുണ്ട്. എന്താ വാദം? നബിയാകുന്നതിന് മുമ്പ് സാധാരണ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ അവർക്ക്. അതൊന്ന് പൊളിക്കണം. ഇർഫഅ റഅസക യാ മുഹമ്മദ്, മുത്തുനബിയെ, തങ്ങൾ നബിയും റസൂലെല്ലാം എടുക്കട്ട് നബി മുഹമ്മദീയത്തുള്ളതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ആദരവും തരാം എന്ന് കൊടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ കാരണം. തങ്ങൾ മുഹമ്മദീയത്തുള്ളത് തന്നെ വലിയ പ്രത്യേകത. കാരണം തങ്ങൾ നബിയാകുന്നതിന് മുമ്പും എത്ര അത്ഭുതം കാണിച്ചു. സലാം ചെല്ലുന്ന കല്ലിനെ എനിക്കറിയാം. എപ്പോ? നുബുവത്തിന് മുമ്പ്. അത്രയും മനോഹരായി തങ്ങളെ കൊണ്ട് നടന്ന ഗ്രന്ഥാണ് വിശുദ്ധ ഖുർആൻ. അത്രയും മനോഹര. ആ ഖുർആനിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നത് മഹബത്തിന്റെ അടയാളമാണ്. ഒരാളുടെ ഹൃദയം ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എത്ര ഖുർആൻ ഓതിയാലും വയറ് നിറയൂല എന്നാ. എത്ര ഓതിയാലും അയാൾക്ക് വയറ് നിറയൂല. അത്രേ. നമുക്ക് അല്ലാഹു അങ്ങനെ ഒരു മനസ്സ് നൽകുമാറാവട്ടെ. അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോൾ അവിടുത്തെ മകൾ ഇങ്ങനെ കരയുന്നുണ്ട്. ആ കരയുന്ന മകളോട് അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോളെന്തിനാ കരയണത്? ഉപ്പാന നരകത്തിലിടൂന്ന് പേടിച്ചിട്ടാ? ഉപ്പ ഈ റൂമിൽ നിന്ന് മാത്രം 18,000 ഖത്ം ഓതി തീർത്തിട്ടുണ്ട്. ഉപ്പ ഇന്നേ വരെ ഈ റൂമിൽ നിന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മളെ ബെഡ്റൂമിൻ്റെ എല്ലാ അവസ്ഥ എന്തായിരിക്കും? എന്താ റബ്ബേ! ഖുർആൻ ഓതണം നമ്മൾ. ഖുർആൻ എല്ലാരെ കുറിച്ച് അഭിപ്രായം പറയും. വൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക ഔ അലൈക. ഖുർആൻ ഒന്നിക്കിൽ നമ്മളെ അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം, രണ്ടിലൊന്ന് പറയും. അള്ളാഹു ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മോമിനീങ്ങളിൽ നമ്മളെ പെടുത്തട്ടെ. എല്ലാ ദിവസവും
ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ നമുക്ക് കഴിയാം. 86,400 സെക്കൻഡ് ഉണ്ട് ഒരു ദിവസം. ആയിരക്കണക്കിന് വാട്സപ്പ് മെസ്സേജ് രാവിലെ ഉറങ്ങണീറ്റ മുതൽ രാത്രി ഉറങ്ങുന്നവരെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ. ഒരു പേജ് ഓതാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഹൃദയം മോശമായാൽ ഖുർആൻ ഓതിയാൽ മടുപ്പ് വരും അത്ര. ഹൃദയം ശുദ്ധിയായാൽ ഖുർആൻ ഓതിയാൽ മടുപ്പ് വരൂലത്ര. ഒരു മഹാൻ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, വലിയ സൂറത്തൊക്കെ ഇറക്കിക്കൂടെ റബ്ബെ, ആകെ ഉള്ളത് അൽ ബഖറ ആല ഇമ്രാൻ, അതെല്ലാം വേഗം ഓതിത്തീരുന്ന്, കുറച്ചും കൂടി വലുതിറക്കിക്കൂടെ. സുബ്ഹാനല്ലാഹ്. ഓരോ മുമ്പിലേക്ക് നമ്മളെങ്ങനെയാ പോവുക? എല്ലാ ദിവസവും ഒരു ഖത്ം ഓതി തീർക്കുന്ന മദ്ഹബിൻ്റെ ഇമാമല്ലേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. റമളാൻ ആകുമ്പോൾ അത് 2ലേക്ക് എത്തിയില്ലേ? നമുക്കൊരു പേജെങ്കിലും എല്ലാ ദിവസവും നമുക്ക് ഒറ്റ പേജ് അതും ഓതാൻ കഴിയുന്നില്ല, അതെന്തോ ഒരു പ്രശ്നം തന്നെ അല്ലേ? ഒരു പേജെങ്കിലും വുളുവോടെ ഖുർആൻ എടുത്ത് ഖുർആനിലേക്ക് നോക്കി നമ്മൾ ഓതണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആകയാൽ നമ്മളൊക്കെ അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹ്. ഖുർആന്റെ അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അഹ്ലുകാരാണ്. ഹും ഖാസത്തുഹു, അവർ അള്ളാഹിൻ്റെ സ്പെഷ്യൽ ടീം. നമുക്ക് അള്ളാഹിൻ്റെ സ്പെഷ്യൽ ടീമിൽ പെടണം. അതിന് നമ്മൾ ഖുർആനെ വല്ലാതെ ഇഷ്ടം വെക്കുന്നവരാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻ തത്ലുഹാ ഖീഫതൻ മിൻ ഹർരി നാരി ലളാ അത്ഫഅതഹറലളാ മിൻ വിർദിഹ ശബിമി എന്ന് ബുർദയിൽ കാണാം. നരകത്തിൻ്റെ തീ കെടുത്താൻ പറ്റിയ 2 മാർഗമുള്ള, ഒന്ന് ഫയർഫോഴ്സ് എന്നൊന്ന് വിചാരിക്കണ്ട കേട്ടാ. 2 എണ്ണത്തിൽ ഒന്ന് അള്ളാഹിനെ പേടിച്ച് കരയുന്ന കണ്ണീര് കൊണ്ട് നരകത്തിലെത്തി കെടുത്തിക്കളയാൻ പറ്റും. 2 അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിനെ ഓതുന്ന വായിലുള്ള ഉമനീരുള്ള മനുഷ്യനും നരകത്തിലെത്തി കെടുത്തിക്കളയാം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിങ്ങളുടെയൊക്കെ ദുആയിൽ ഉണ്ടാവണമെന്ന വസിയത്തോടെ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അറിയാനും പഠിക്കാനും അവിടുത്തെ ഇഷ്ടം വെക്കാനും ഈ മജ്ലിസ് ഒരു കാരണമാക്കണേ റഹ്മാനെ. നിരവധി തവണ തങ്ങളെ മഹാന്മാർ സ്വപ്നത്തിൽ കണ്ടു, നേരിട്ട് കണ്ടു. തങ്ങളെ കാണാൻ മാത്രം നമ്മുടെ കണ്ണിനും ഖൽബിനും പവറില്ലെന്ന് നമുക്കറിയാം. നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു നിന്ന് നമ്മളെ നന്നാക്കണേ റഹ്മാനേ. തെറ്റ് ഓവറായി ചെയ്യുമ്പോൾ നമ്മുടെ ഖൽബിൽ നിന്ന് മഹബത്ത് ഊരിക്കളയുമെന്ന് അയിമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. കാത്ത് രക്ഷിക്കണേ അല്ലാ. എൻ്റെ ഹബീബിനോടുള്ള ഇഷ്ടം അല്ലാഹ് എല്ലാവർക്കും കൊടുക്കൂലെന്നറിയാം. നമ്മുടെ ഖൽബിൽ നിന്ന് ദൂരിക്കളയല്ല റഹ്മാനേ. നമ്മുടെ ഖൽബിൽ മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.